ഇന്നൊരു വാട്ടായിട്ടിന് ഡേ ആണ് കേട്ടോ. കുറേ നാളുകളായി വാട്ടായിട്ടിന് ഡേ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പൂട്ടായിരുന്നു. ഗോതമ്പൂട്ടിൻ്റെ കൂടെ ഞാൻ എടുത്തത് മീൻകറി ആയിരുന്നു കേട്ടോ. ഇന്നലത്തെ മീൻ തിളപ്പിച്ചുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി കൂട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ അതും കൂട്ടിയാണ് കഴിച്ചത്. രാവിലെ ഈ ഗോതമ്പൂട്ടിൻ്റെ കൂടെ തലേദിവസത്തെ മീൻകറി കൂട്ടുന്നുണ്ടല്ലോ, നാട്ടിൽ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല വേഗം കഴിച്ചു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സമയം കുറച്ച് ലേറ്റായി തുടങ്ങിയായിരുന്നു. ഒരു 8:15 ആയപ്പോഴായിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ എനിക്കാണെങ്കിൽ നേരത്തെ പോവുകയും ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ അത് കഴിച്ചു. ക്ലാസ്സിൽ നിന്ന് 3 മണിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫുഡ് കഴിക്കില്ല. ഇന്നാണെങ്കിൽ അത്യാവശ്യം കുറേ കറികളുണ്ടായിരുന്നു. മാങ്ങ തളിച്ചതും അതേപോലെ കക്ക വറുത്തതും ചാളക്കറിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചാളയൊക്കെ അരച്ച് കറി വെച്ചതും കക്കയും കുറച്ച് നാളെ കക്കയൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ കക്ക എല്ലാം കൂടെ കൂട്ടിയിട്ട് അടിപൊളിയായിരുന്നു ഉച്ചക്കത്ത് ഊണ് കേട്ടോ. എനിക്കാണെങ്കിൽ ക്ലാസ്സും കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല വിശപ്പായിരിക്കും. 3 മണിയൊക്കെ ആകുമ്പോഴായിരിക്കുമല്ലോ എത്തണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശന്ന് നല്ല കത്തിയിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ നല്ല അടിപൊളി ഊണും കൂടെ കഴിക്കുമ്പോഴേക്കും ആഹാ എന്താ സ്വാദ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാ കറികൾക്കും സാധാരണ ഉള്ളതിനേക്കാളും ഇരട്ടി ടേസ്റ്റ് ഉള്ള പോലെ തോന്നി. വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനിതിന് മുമ്പത്തെ ചില വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇന്നാണെങ്കിൽ കൂടുതലും മഴയുടെ ഒരു സമയമായിരുന്നു. രാവിലെ തൊട്ട് തന്നെ കുറച്ച് മഴകളായിരുന്നു. അതുകൊണ്ട് തുണികളൊക്കെ പുറത്തൊക്കെ ഉണങ്ങാനിട്ടേക്കണം, ഉണങ്ങിയിട്ടും കൂടി ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഇടയിരുന്ന് ആ ബ്രെഡ് ടോസ്റ്റും കൂടെ കഴിച്ച് കഴിഞ്ഞു. ഇടയിൽ മഴയും കാണുമല്ലോ. ഒരു 7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ടോ. രാത്രിത്തെ ഫുഡ് ചോറിന് നല്ല കറി, പരിപ്പ് കറിയും പിന്നെ ആ രാവിലത്തെ മീൻകറി ഉണ്ടായിരുന്നല്ലോ അതും എടുത്ത് വെച്ചു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കൊഴുവ തിളപ്പിച്ച് കൊഴുവ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. അപ്പോൾ അതും എടുത്തു, പരിപ്പും എടുത്തു. പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ മാങ്ങയും കക്കയും അതൊക്കെ കൂട്ടി രാത്രിത്തെ ഫുഡും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. ബൈ.